ദേഷ്യം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മനസ്സമാധാനം തകർക്കും. പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിൽ എടുത്തു ചാടി എന്തൊക്കെയോ പ്രവർത്തിച്ചിട്ട് പിന്നീട് കൺട്രോൾ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ ജീവിതം മാറാറുണ്ട്. ദേഷ്യം ഇങ്ങനെയല്ല നമുക്ക് സ്വന്തമായിട്ട് മാനേജ് ചെയ്യാൻ നോക്കാം. 5 സ്റ്റെപ്സ് ആയിട്ട് നമുക്ക് പറയാം. ഒന്നാമതായിട്ട് സ്റ്റെപ്പ് ഔട്ട്. അതായത് ഏതൊരു സിറ്റുവേഷനിൽ നിന്നാണോ നമുക്ക് ദേഷ്യം വരുന്നത് ആ സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. അതായത് നമ്മളിപ്പോൾ ഒരാളുമായിട്ട് വഴക്കുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നാണ് നമുക്ക് ദേഷ്യം വരുന്നതെങ്കിൽ നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് മാറി നിൽക്കാൻ നോക്കുക. രണ്ടാമത് ഷെയർ വിത്ത് കംഫർട്ട്. അതായത് നമുക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്തോ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. ഇത് നമ്മുടെ ദേഷ്യത്തിനെ കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കും. മൂന്നാമത് റിലാക്സേഷൻ ടെക്നിക്കാണ്. മസിൽ റിലാക്സേഷൻ, ബ്രീത്തിങ് എക്സസൈസ്, JPMR, മൈൻഡ്ഫുൾനെസ് ഒക്കെ പോലെ ഏതെങ്കിലും റിലാക്സേഷൻ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ദേഷ്യത്തിനെ നമുക്ക് സ്വയം നിയന്ത്രിക്കാം. നാലാമത്തേത് കാമായിട്ട് നമ്മുടെ ചിന്തകളെ റീഫ്രെയിം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പല തോട്ട്സ് ആൻഡ് പെർസ്പെക്റ്റീവ്സിൻ്റെ ചേഞ്ചസ് ആകാൻ ചിലപ്പോൾ നമ്മുടെ ദേഷ്യത്തിന് കാരണം. അപ്പോൾ അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അഞ്ചാമത്തേത് ഫിസിക്കലായിട്ട് നമ്മുടെ ദേഷ്യത്തിന് വെൻ്റ് ഔട്ട് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുക. അതായത് പഞ്ചിങ് ബാഗ്, പില്ലോ ഒക്കെ പോലെ. അതും അല്ലെങ്കിൽ നമ്മുടെ ഹോബീസിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുക. ഇനി ഒട്ടും പറ്റുന്നില്ല, ഒരു നിലക്കും നിങ്ങളുടെ ദേഷ്യത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുക.